നടക്കത്തില്ലേ? അപ്പോൾ ഒരു ടൈം കഴിഞ്ഞാൽ നമ്മൾ വർഷങ്ങളായി പ്രാർത്ഥിക്കുന്നു, ഒത്തിരി കാര്യങ്ങൾ നമ്മൾ കിട്ടിയിട്ട് അവസാനം 1-2 കാര്യങ്ങൾ മട്ടുപോലെ ഇങ്ങനെ തങ്ങും, അത് നടക്കത്തില്ല. അപ്പോൾ നിങ്ങൾ നടക്കാത്ത കാര്യം വെച്ചോട്ട് ദൈവത്തിന് നിങ്ങളെ അളക്കും, അത് പണിയാവും. അങ്ങനെ ചെയ്യരുത്. നടക്കാത്ത കാര്യം വെച്ചിട്ട് അയ്യോ ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും എനിക്കത് നടന്നില്ലല്ലോ എന്ന് പറയും. നടന്ന കാര്യങ്ങളെല്ലാം ഈ പന്നി മറന്നു പോകും. അതാണ് ഏറ്റവും വലിയ സങ്കടമേ. നടന്ന കാര്യങ്ങൾ ഒത്തിരി ഉണ്ടാകും, അതെല്ലാം ഇവർ തന്ത്രപൂർവ്വം മറന്നു പോകും. അവസാനം നടക്കാത്ത 2 കാര്യങ്ങളുണ്ടാകും. അതാണ് ഇവർ ഹൈലൈറ്റ് ചെയ്യണത്. എന്താണ് പറയണത്? ഞാൻ ഇത്രയോ കണ്ട് പ്രാർത്ഥിച്ചിട്ടും എനിക്ക് അത് നടന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ദൈവത്തിനെ നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യും. അത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള വിഷയമാണ്. ഇതിന് ഇങ്ങനെ ദൈവത്തിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കുഴപ്പം, അതോടുകൂടി ഉടമ്പടി 2 കണ്ടിക്കും. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ഒരറ്റം. അതുകൊണ്ട് ജോഷുവ അതാണ് പറയണത്, നിങ്ങൾ ഭയപ്പെടരുത്. സംഖ്യ 14:9 നിങ്ങൾ കർത്താവിനോട് മറുതലിക്കരുത്. കണ്ടേ, അതേ കിടക്കണ പരിപാടി. എന്താ സംഭവം എന്ന് പറഞ്ഞ് നിങ്ങൾ കർത്താവിനോട് മറുതലിക്കരുത്. ആ ദേശത്തെ ജനങ്ങളെ ഭയപ്പെടുകയും അരുത്. അവർ നമുക്ക് ഇരയാണ്, ഇനി അവർക്ക് രക്ഷയില്ല. കർത്താവ് നമ്മോട് കൂടെയാണ്, അവരെ ഭയപ്പെടേണ്ടതില്ല. അപ്പോൾ എന്ത് വിഷയം എന്ന് പറയണത്, എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഒരു വിഷയം അവസാനം നടക്കാത്ത കുറേ വർഷങ്ങൾ പ്രാർത്ഥിച്ചിട്ടും നമ്മുടെ ഒരു വയസ്സും കാലം ഒന്ന് കഴിഞ്ഞിട്ടും ഒരു വിഷയം നടന്നില്ലെങ്കിൽ ആ വിഷയത്തെ നിങ്ങൾ ഭയപ്പെടരുത്. അതില്ലല്ലോ എന്ന് വിചാരിച്ച് നിരാശപ്പെടരുത്. അത് കിട്ടിയില്ലല്ലോ എന്ന് വിചാരിച്ച് സങ്കടപ്പെടരുത്. എന്ത് ചെയ്യണം? അത് മാറ്റപ്പെടാത്ത വിഷയം കുരിശെന്ന് പറഞ്ഞ പോലെ കർത്താവിനെ അനുഗമിക്കുന്നതിന് വേണ്ടി നിത്യതയ്ക്ക് വേണ്ടിയുള്ള ഓഹരിയായിട്ട് നിങ്ങൾ റെമിറ്റ് ചെയ്യണം. കൈയടിച്ച് കർത്താവിനെ എന്നെ നല്ല ശിഷ്യനാക്കിയിടുന്ന എല്ലാം കുരിശുകൾക്കും എല്ലാ ഓർമ്മകൾക്കും നിന്റെ മുഖം കാണാൻ അത് നിമിത്തമായി എല്ലാം നിന്റെ സാന്നിധ്യമറിയാൻ ഇടയായി എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. ഇപ്പം മക്കൾക്ക് മനസ്സിലായില്ല എന്താണ് സംഭവം? ചില വിഷയങ്ങൾ കാരണം അത് നടന്നില്ലെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ദൈവത്തോട് ആ ചേർത്ത് ചെയ്ത പോലെ മറുതലിക്കാൻ പോകരുത്. മറുതലിപ്പ് പണ്ട് മുതലേ ഉള്ള ഒരു ഉടമ്പടി ജനതയ്ക്കുണ്ടാകുന്ന ഒരു നാശകോടാലിയാണ് ഈ മറുതലിപ്പെന്ന് പറയണത്. നമ്മൾ ഒന്നെങ്കിൽ മറുതലിക്കത്തില്ല, നമ്മൾ നിരാശപ്പെടും. എന്ന് പറയൂ, ഇനി ഞാൻ പ്രാർത്ഥിക്കണില്ല. മമ്മിയോട് പറയും, മമ്മി ഇനി ഞാൻ പ്രാർത്ഥിക്കണില്ല എന്ന് പറയത്തില്ലേ? മറുതലിപ്പാണ് ആ സംഭവം. ചില പറയും ഇനി ഞാൻ ഒരു ദൈവത്തിനെ വിളിക്കത്തില്ലെന്ന് പറയും. അത് മറുതലിപ്പാ സംഭവം. കാര്യം നിങ്ങൾ ഈ ഉടമ്പടി കുമ്പസാരം എന്ന് പറയുമ്പോൾ അത് നമ്മുടെ കുഴിയാഴ്ച കുമ്പസാരം പോലെയല്ല. നമ്മൾ ഈ പള്ളിയിലൊക്കെ കുമ്പസാരിക്കത്തില്ല. അപ്പോൾ ആൾക്കാർ മരിച്ചു കഴിയുമ്പോൾ ബന്ധുക്കൾ പോയി കുമ്പസാരിക്കും. ചില ആൾക്കാരിങ്ങനെ കുമ്പസാരക്കുള്ളിലോട്ട് ഇങ്ങനെ കഴുത്ത് വളച്ച് നോക്കും, അച്ഛനുണ്ടോ? അച്ഛനുണ്ട്. എന്നാൽ ഒരു കുമ്പസാരത്തിന് ജപം പോലും ചെല്ലത്തില്ല. ചാടി നിറച്ചൽ വാഴ പൊക്കയിൽ വീണ പോലെ അങ്ങോട്ട് ചെന്ന് വീഴും. ഒരു കുമ്പസാരത്തിൽ ഒരു അനുതാപമില്ല, അവർക്കൊന്നുമില്ല. അച്ഛനുണ്ട് എന്നാൽ കയറി ഫയർ ചെയ്തേക്കാമെന്ന് വിചാരിക്കും. അങ്ങനെയല്ല. ഉടമ്പടി കുമ്പസാരം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉടമ്പടിയിലാണ് ദൈവമായിട്ട്. ആ ഉടമ്പടിയുടെ നിലപാടിൽ ഭയം ഉണ്ടായിട്ടുണ്ടോ? നിങ്ങളുടെ വിഷയത്തിൽ നടക്കാത്ത നിരാശയും ഭയോദിപ്പിച്ചാണ് വരണത്. ഭയം കഴിഞ്ഞിട്ടാണ് പിന്നെ നിരാശ വരണത്. അപ്പോൾ ആ വിഷയത്തെക്കുറിച്ച് ഭയമുണ്ട്.
എന്ന് വെച്ചാൽ ദൈവത്തെക്കാൾ കൂടുതൽ നിങ്ങൾ ആ വിഷയത്തെ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് ഭയം വരണത്. അതില്ലെങ്കിൽ ഒന്നുമില്ലാത്ത പോലെയാണ് സംഭവം. അത് കിട്ടിയില്ലെങ്കിൽ പിന്നെ ഒന്നും കിട്ടിയിട്ട് കാര്യമില്ല, ദൈവത്തിനെ തന്നെ കിട്ടിയിട്ട് കാര്യമില്ല. അതാണ് സംഭവം. അത് ഭയങ്കര സീരിയസ് ആകട്ടെ ഞാൻ പറയണത്. നിങ്ങൾ വിചാരിക്കുന്ന ആ ഒരു പർട്ടിക്കുലർ വിഷയം കിട്ടിയില്ലെങ്കിൽ ദൈവം തന്നെ ഉണ്ടായിട്ടും കാര്യമില്ല. അത് ദൈവത്തെക്കാൾ ഉപരി ചില സമയത്ത് നമ്മൾ വിഷയത്തെ സ്നേഹിക്കും. അത് ഒരു അപകടമാണ്. കർത്താവ് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ജീവിതം നിന്റെ കാരുണ്യമേ, ജീവനേ നിന്റെ കാരുണ്യമേ, ജീവിതം നിന്റെ കാരുണ്യമേ.